പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ കുറിച്ച് ഈശോ പറഞ്ഞ ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ധ്യാന വിഷയം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. തന്റെ ദുർനടപടി മൂലം തന്റെ ജോലി പോകുമെന്നായപ്പോൾ കൗശലപൂർവം, സത്യസന്ധമല്ലാതെയാണെങ്കിലും കൗശലപൂർവം പ്രവർത്തിക്കുന്ന ഒരു കാര്യസ്ഥന്റെ ബുദ്ധി സാമർത്ഥ്യത്തെ യജമാനൻ പ്രശംസിക്കുന്നുവെന്ന് ഈശോ ഈ കഥയിൽ പറയുന്നു. ഈ ഉപമയുടെ ഒരു ധാർമ്മിക പാഠം എന്ന നിലയിൽ ഈശോ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പാപത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വിശദീകരണം ഈശോ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. രണ്ടു തരം കാര്യങ്ങൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു: സ്നേഹിക്കാനുള്ളവയും ഉപയോഗിക്കാനുള്ളവയും. എങ്ങനെയാണ് പാപം ഉണ്ടാകുന്നത്? സ്നേഹിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങളെ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങളെ സ്നേഹിക്കുമ്പോഴുമാണ് ഒരാൾ പാപം ചെയ്യുന്നത്. ദൈവത്തെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം തന്നതാണ്. നമ്മുടെ ദൈവവിളിയെ സ്നേഹിക്കാൻ ദൈവം തന്നതാണ്. അതിനെ നമ്മുടെ വ്യക്തിപരമായ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് പാപമാകുന്നു. ഇനി ഉപയോഗിക്കാനായി ദൈവം ഈ ലോകത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പണം, അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഒരുപക്ഷെ നമ്മുടെ വാഹനമാവാം, നമ്മുടെ ഫോണാവാം, നമ്മുടെ വീടാവാം, വീട് എന്ന കെട്ടിടമാവാം. അതൊക്കെ ഉപയോഗിക്കാനായി തന്നിരിക്കുന്നതാണ്. അതിനെ ആ ഉപയോഗത്തിന്റെ തലത്തിനപ്പുറത്ത് കൂടുതലായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, മനസ്സിൽ കൂടുതലായി കൊണ്ടു നടന്ന് സ്നേഹത്തിന്റെ തലത്തിലേക്ക് കടത്തിവിടുമ്പോൾ അതും പാപമാകുന്നു. നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, അത് കൂടുതലായി നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പാപത്തിന്റെ തലത്തിലാണെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് പാപത്തെ ഇങ്ങനെ മനസ്സിലാക്കാം: സ്നേഹിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങളെ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങളെ സ്നേഹിക്കുമ്പോഴും പാപം ചെയ്യുന്നു. ഈശോ പറയുന്നു, ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കാനുള്ളതാണ്, ധനത്തെ ഉപയോഗിക്കാനുള്ളതാണ്. ധനത്തെ സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ചിന്തയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് പാപത്തിന്റെ തലമായി മാറുന്നു. നമുക്ക് ധനത്തെ അതിൻ്റെ ആ പരിധിയിൽ നിർത്താനും സ്നേഹിക്കേണ്ട കാര്യങ്ങളെ ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിൽ സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് സ്നേഹിക്കാനായി നൽകിയിരിക്കുന്ന അങ്ങയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദൈവവിളിയെ, അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം സ്നേഹിക്കുവാനും ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങളെ ആ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഉപയോഗിക്കുവാനും ഉള്ള ഒരു മനസ്സും അതിൻ്റെ കൃത്യമായ വേർതിരിച്ചുള്ള ഒരു ബോധ്യവും ഞങ്ങളുടെ മനസ്സുകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും ഉപയോഗിക്കേണ്ടതിനെ ഉപയോഗിക്കുകയും മാത്രം ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.